ഇഫ് ബൈ റുഡ്യാർഡ് കിപ്ലിംഗ്. ആദ്യം നമുക്ക് റുഡ്യാർഡ് കിപ്ലിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ജേർണലിസ്റ്റാണ്, നോവലിസ്റ്റാണ്, പോയിറ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. ഹി വാസ് ബോൺ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ വിച്ച് ഇൻസ്പയർഡ് മച്ച് ഓഫ് ഹിസ് വർക്ക്. അപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ജനിച്ചത്. അദ്ദേഹം ജനിച്ച ആ ഒരു ചുറ്റുപാടും ആ ഒരു സാഹചര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ വർക്കിനെ ധാരാളം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. റുഡ്യാർഡ് കിപ്ലിംഗ്സ് റൈറ്റിംഗ് സ്റ്റൈൽ ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഹ്യൂമനെ ഇൻവെൻറ്റീവ് ആൻഡ് ഓഫ്റ്റൻ ഓട്ടോബയോഗ്രാഫിക്കൽ അപ്രോച്ച്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമനെ, അതായത് മനുഷ്യ വികാരങ്ങൾക്കായിരുന്നു അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന. ഇൻവെൻറ്റീവ്, അതായത് അദ്ദേഹം സാങ്കല്പികമായി പല കാര്യങ്ങളും പല സൃഷ്ടികളും അല്ലെങ്കിൽ ഭാവനാപരമായിട്ട് മികച്ചു നിൽക്കുന്ന വർക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഓട്ടോബയോഗ്രഫിക്കൽ അപ്രോച്ച്, അദ്ദേഹത്തിൻ്റെ തന്നെ പല ലൈഫ് സിറ്റുവേഷൻസും അദ്ദേഹം സ്റ്റോറികളിലൂടെ മെൻഷൻ ചെയ്യുന്നു. ബ്ലെൻഡിങ് റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻസ് ഓഫ് ഹ്യൂമൻ ഇമോഷൻസ് വിത്ത് ഫാൻറ്റസ്റ്റിക്കൽ എലമെൻറ്റ്സ് ആൻഡ് മാജിക്കൽ നേച്ചർ. പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്കുകളെല്ലാം ഫാൻറ്റസ്റ്റിക്കൽ എലമെൻറ്റ്സ്, മാജിക്കൽ നേച്ചർ, ഇതിനോടൊപ്പം തന്നെ ഹ്യൂമൻ ഇമോഷൻസിൻ്റെ ആ ഒരു റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻസും ബ്ലെൻഡ് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു. ഇവ മൂന്നും കൂടി ചേർത്ത് കൊണ്ടുള്ള വർക്കുകളാണ് അദ്ദേഹം ധാരാളമായി രചിച്ചിട്ടുള്ളത്. ഹി ഈസ് ഫേമസ് ഫോർ ഹിസ് എബിലിറ്റി ടു ഡ്രാ ഓൺ ഡൈവേഴ്സ് ലിറ്റററി മൂവ്മെൻറ്റ്സ്, ക്രിയേറ്റിംഗ് എൻഡ്യൂറിംഗ് വർക്ക്സ് ലൈക്ക് ദ ജംഗിൾ ബുക്ക് ആൻഡ് കിം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ആണ് അദ്ദേഹം പലതരം ലിറ്റററി മൂവ്മെൻറ്റ്സിലും വർക്കുകൾ എഴുതിയിട്ടുണ്ട്. അതായത് ഇപ്പം റൊമാൻറ്റിസിസം, മോഡേണിസം, പോസ്റ്റ് മോഡേണിസം, സ്റ്റോയിസിസം, ക്ലാസിസിസം, ഇങ്ങനെ പല ലിറ്റററി മൂവ്മെൻറ്റ്സും ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഈ ഒരു ലിറ്റററി മൂവ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചായിരിക്കില്ല ഇദ്ദേഹത്തിൻ്റെ വർക്കുകൾ എഴുതാറ്. ഇദ്ദേഹം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള വർക്കുകളായിരിക്കും. നമുക്ക് ഇന്ന ലിറ്റററി മൂവ്മെൻറ്റിൻ്റെ അകത്ത് ഇദ്ദേഹത്തിൻ്റെ വർക്കുകൾ ക്ലാസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ നിന്ന് തന്നെ റൊമാൻറ്റിസിസത്തിന് നമുക്ക് എക്സാമ്പിൾ എഴുതാം, സ്റ്റോയിസിസത്തിന് എക്സാമ്പിൾ എഴുതാം. ഈ ഇഫ് എന്ന് പറയുന്ന പോയം സ്റ്റോയിസിസത്തിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ മോഡേണിസം, പോസ്റ്റ് മോഡേണിസം, അങ്ങനെ പല മൂവ്മെൻറ്റ്സിൻ്റെയും പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് ഇദ്ദേഹം വർക്കുകൾ എഴുതിയിട്ടുണ്ട്. കിപ്ലിംഗ് യൂട്ടിലൈസസ് ലിറ്റററി ടെക്നിക്സ് ലൈക്ക് ഹൈപ്പർബോലെ, പാത്തോസ് ആൻഡ് വിവിധ് ഇമേജറി ടു ക്രിയേറ്റ് മെമ്മറബിൾ നറേറ്റീവ്സ് ആൻഡ് ക്യാരക്ടേഴ്സ്. ഹൈപ്പർബോലെ, പാത്തോസ് പോലുള്ള ടെക്നിക്സ്, അതുപോലെ തന്നെ വിവിധ് ഇമേജറിയൊക്കെ ഉപയോഗിക്കുന്നു മെമ്മറബിൾ നറേറ്റീവ്സ്, ക്യാരക്ടേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് ഇദ്ദേഹത്തിൻ്റെ വർക്കുകളിലുള്ള ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ഒരു വട്ടം ഇദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റോറി എന്തെങ്കിലും വായിക്കുമ്പോൾ തന്നെ അതിലുള്ള ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ പതിയും. അത്തരത്തിൽ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവാൻ ഒരു മെമ്മറബിൾ എഫക്റ്റ്, അതായത് നമ്മളെ മനസ്സിൽ നിന്നും ഒരിക്കലും മറക്കത്തില്ല, ആ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം ഹൈപ്പർബോലെ, പാത്തോസ്, പലതരം ഇമേജറി ഉപയോഗിക്കുന്നു. ഹിസ് ഏർലിയർ വർക്ക്സ് ഓഫ്റ്റൺ ഗ്ലോറിഫൈഡ് ദ ബ്രിട്ടീഷ് എംപയർ ആൻഡ് ഇന്ത്യ, while his later writings explore deeper, sometimes darker themes including political and social issues. ഇദ്ദേഹത്തിൻ്റെ ഏർലിയർ വർക്ക്സൊക്കെ ബ്രിട്ടീഷ് എംപയർ അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയൊക്കെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. പിന്നീടുള്ള ഇദ്ദേഹത്തിൻ്റെ വർക്കുകൾ പൊളിറ്റിക്കൽ ഇഷ്യൂസും സോഷ്യൽ ഇഷ്യൂസിനൊക്കെ കുറിച്ച് പറയുന്നതായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് കുറച്ച് നോക്കുകയാണെങ്കിൽ ജംഗിൾ ബുക്ക്, ജസ്റ്റ് സോ സ്റ്റോറീസ്, കിം, ദ മാൻ ഹൂ വുഡ് ബി കിങ്, ഇഫ് ഗുങ്ങാഡിൻ, ദ വൈറ്റ് മാൻസ് ബട്ടൺ, എക്സെട്ര. ഇതിലേതെങ്കിലും ഒരു മൂന്നെണ്ണമൊക്കെ പഠിച്ചു വയ്ക്കണം. പിന്നെ ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് 1907. 1926 റോയൽ സൊസൈറ്റി ഓഫ് ലിറ്ററേച്ചർ ഗോൾഡ് മെഡൽ. ഇപ്പം പോയത്തിൻ്റെ അപ്രിസിയേഷനൊക്കെ ചോദിക്കുമ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് ഏതായാലും എബൌട്ട് ദ ആദറിനെ കുറിച്ച് എഴുതണം. ഈ ആദറിനെ കുറിച്ച് എഴുതുമ്പം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ, പിന്നെ ഇമ്പോർട്ടൻ്റ് വർക്ക്സ്, നോട്ടബിൾ അവാർഡ്സൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഈ ഒരു പോയത്തിൽ മൊത്തം 4 സ്റ്റാൻസുകളുണ്ട്. ഓരോ സ്റ്റാൻസയിലും 8 വരി വെച്ചുണ്ട്. ഈ ഒരു പോയം ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് 1910 കളക്ഷനായ റിവാർഡ്സ് ആൻഡ് ഫെയറീസ്, 1910 പബ്ലിഷ് ചെയ്ത ഇദ്ദേഹത്തിൻ്റെ പോയറ്റിക് കളക്ഷനായ റിവാർഡ്സ് ആൻഡ് ഫെയറീസിലാണ് ഈ ഒരു പോയം ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത്. പിന്നെ ഇത് വിക്ടോറിയൻ ഇറ സ്റ്റോയിസിസത്തിന് ഒരു എക്സാമ്പിളാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് തീംസ് എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രിറ്റി, റിസൈലൻസ്, സെൽഫ് കൺട്രോൾ, സെൽഫ് കോൺഫിഡൻസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് തീംസ് എന്ന് പറയുന്നത്. ഈ ഒരു കവിത ഒരച്ഛൻ തൻ്റെ മകന് നൽകുന്ന അഡ്വൈസിൻ്റെ രൂപത്തിലാണുള്ളത്. ഇഫ് യു ക്യാൻ കീപ്പ് യുവർ ഹെഡ് വെൻ ആൾ അബൌട്ട് യു ആർ ലോസിങ് ദേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. അപ്പം മറ്റുള്ളവരെല്ലാം നിനക്കെതിരെ തിരിഞ്ഞാലും അവർ ചെയ്ത കുറ്റം നിൻ്റെ തലയിൽ വയ്ക്കാൻ നോക്കുകയാണ്,
നിനക്കെതിരെ ബ്ലെയിം ചെയ്യുകയാണ് എങ്കിൽ നിൻ്റെ തല ഉയർത്തിപ്പിടിച്ച് അവരെ നേരിടണം. ഒരിക്കലും ഭയക്കരുത്. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ആൾ മെൻ ഡൗട്ട് യു ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. ഇപ്പം ബാക്കിയുള്ളവരെല്ലാം നിന്നെ സംശയിച്ചാലും നിനക്ക് സ്വയം വിശ്വാസം വേണം. ബാക്കിയുള്ളവർ നിന്നെ സംശയിച്ചോട്ടെ, നീ അവരെ അതിനെ അനുവദിക്കണം. ഒരിക്കലും അവരെ തിരുത്താൻ നിൽക്കരുത്. അവരുടെ വിശ്വാസം അവരെന്ത് വേണോ വിചാരിച്ചോട്ടെ. ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ് ഓർ ബീങ് ലൈഡ് അബൌട്ട് ഡോണ്ട് ഡീൽ ഇൻ ലൈസ് ഓർ ബീങ് ഹേറ്റഡ് ഡോണ്ട് ഗീവ് വേ ടു ഹേറ്റിംഗ്. അപ്പം ബാക്കിയുള്ളവർ നിന്നെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലും കള്ളം പറഞ്ഞാലും നിന്നെ വെറുത്താലും ഇതെല്ലാം ക്ഷമയോടുകൂടി നേരിടണം. ഒരിക്കലും അവരെ പോലെ നീ നുണ പറയാൻ പോകരുത്. അതുമാത്രമല്ല അവരുടെ ഇഷ്ടം പിടിച്ച് പറ്റാനോ അതുപോലെ തന്നെ അവരുടെ വെറുപ്പ് പിടിച്ച് പറ്റാനോ നീ ശ്രമിക്കരുത്. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോർ ടാക്ക് ടു വൈസ്. അപ്പോൾ ഒരിക്കലും നീ ഭയങ്കര നല്ലതാണ്, അതുപോലെ തന്നെ നിനക്ക് ഭയങ്കര ബുദ്ധി അല്ലെങ്കിൽ ഭയങ്കര അറിവുണ്ട് എന്നൊന്നും ഭാവിക്കരുത്. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ഇപ്പം നീ സ്വപ്നം കണ്ടോ, പക്ഷേ ഒരിക്കലും സ്വപ്നം നിൻ്റെ മാസ്റ്റർ ആവരുത്. ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വപ്നവും ആക്ഷനും തമ്മിലൊരു ബാലൻസ് വേണം. അതായത് നമ്മൾ ചുമ്മാ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം, എങ്കിലേ നമ്മളെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകത്തുള്ളൂ. അപ്പം നമ്മുടെ ആക്ഷനും ഡ്രീമും തമ്മിലൊരു ബാലൻസ് വേണം. ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. അതുപോലെ തന്നെ ചിന്തിച്ചോ, പക്ഷേ തോട്ട്സ് നിങ്ങളുടെ എയിമാവില്ല. ഇവിടെയും ഉദ്ദേശിക്കുന്നതും നമ്മുടെ കണ്ടംപ്ലേഷൻ, അതായത് നമ്മുടെ ആ ഒരു വീക്ഷണം അല്ലെങ്കിൽ ചിന്ത, അതുപോലെ നമ്മുടെ ആക്ഷൻ, നമ്മുടെ കണ്ടംപ്ലേഷനും നമ്മുടെ ആക്ഷനും തമ്മിലൊരു ബാലൻസ് വേണം. വി ഷുഡ് നോട്ട് ബിക്കം പ്രീ ഒക്കുപ്പൈഡ് വിത്ത് അവർ തോട്ട്സ്. നമ്മളൊരിക്കലും നമ്മുടെ ചിന്തയിൽ മുഴുകിയിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ വകതിരിവോട് കൂടി ചിന്തിക്കണം. വി ഷുഡ് തിങ്ക് ക്രിട്ടിക്കലി ആൻഡ് റിഫ്ലക്റ്റീവ്ലി. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ ഡ്രീമും നമ്മുടെ ആക്ഷനും തമ്മിൽ ഒരു ബാലൻസ് വേണം. നമ്മുടെ തോട്ട്സും ആക്ഷനും തമ്മിലൊരു ബാലൻസ് വേണം. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രംപ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് റേറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. വിജയവും പരാജയവും ഒരുപോലെ അംഗീകരിക്കണം. ഇഫ് യു ക്യാൻ ബിയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ ട്വിസ്റ്റഡ് ബൈ കനേവ്സ് ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ്. ഇവിടെ കനേവ്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് വഞ്ചകരായിട്ടുള്ള ആൾക്കാരെയാണ്. ഫൂൾസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റുള്ളവർ പറയുന്നത് അതുപോലെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആൾക്കാരെയാണ്. അപ്പോൾ കനേവ്സ് വഞ്ചകരായിട്ടുള്ള ആൾക്കാർ നീ പറയുന്ന സത്യത്തിനെ വളച്ചൊടിച്ച് ഈ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഫൂൾസായിട്ടുള്ള ആൾക്കാർ ഈ കനേവ്സ് പറയണതൊക്കെ അതുപോലെ വിശ്വസിക്കും. അപ്പം ഈ ട്രാപ്പുകളൊന്നും കണ്ട് നീ ഭയക്കരുത്. ഇതെല്ലാം സഹിക്കാനുള്ള കഴിവ് നിനക്ക് വേണം. ഓർ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ ആൻഡ് ടു ബിൽഡ് ദം അപ്പ് വിത്ത് വോൺ ഔട്ട് ടൂൾസ്. അപ്പം നീ നിൻ്റെ ലൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് തിങ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്, അതുമല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് അറ്റംപ്റ്റ്സ് ഇതൊക്കെ പരാജയപ്പെട്ടാലും ഒരിക്കലും വിഷമിക്കരുത്. നിൻ്റെ ആ ഒരു ലിമിറ്റഡ് റിസോഴ്സിൽ നിന്ന് വീണ്ടും റീബിൽഡ് ചെയ്യണം. അപ്പോൾ ഈ വരികളിലൂടെ കവി നമ്മുടെ ആ ഒരു പെർസീവറൻസും റീസൈലൻസിനെയാണ് എംഫസൈസ് ചെയ്യുന്നത്. അപ്പോൾ പരാജയം എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ പരാജയത്തിൽ നിന്ന് നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി മുന്നേറണം. ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ആൾ യുവർ വിന്നിങ്സ് ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ് ആൻഡ് ലോസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ് ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. അപ്പം നിങ്ങളിങ്ങനെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നിങ്ങൾക്കൊരു റിസ്ക് എടുക്കേണ്ടി വന്ന്, പക്ഷേ ആ റിസ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു. എങ്കിലും ഒരിക്കലും ആ ഒരു പരാജയത്തിനെ പറ്റി സംസാരിച്ച് സമയം കളയരുത്. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കില്ല. നിങ്ങൾക്ക് എവിടെ തെറ്റ് പറ്റുക അവിടെ നിന്ന് ഒന്നേന്ന് തുടങ്ങണം. അല്ലാതെ ഒരിക്കലും ചുമ്മാ പുതിയൊരു തുടക്കം കുറിക്കണം. അല്ലാതെ ഒരിക്കലും ആ ഒരു പരാജയപ്പെട്ടതോർത്ത് വിഷമിച്ചിരിക്കില്ല. ഈ പിച്ച് ആൻഡ് ടോസ് എന്ന് പറയുന്ന ഒരു ഗാംബ്ലിംഗ് ഗെയിമാണ്. അതായത് ഒരു കോയിൻ വെച്ച് കളിക്കുന്ന എന്തോ ഗാംബ്ലിംഗ് ഗെയിമാണ്. റിഫേഴ്സ് ടു എ ഗാംബ്ലിംഗ് ഗെയിം വെയർ ആൾ യുവർ വിന്നിങ്സ് ആർ റിസ്ക്ഡ് ഓൺ എ സിംഗിൾ ത്രോ ഓഫ് കോയിൻസ്. ഇറ്റ് ഈസ് എ മെറ്റഫർ ഫോർ ടേക്കിംഗ് എ സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഇൻ ലൈഫ്. അപ്പം നമ്മൾ ജീവിതത്തിലെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട റിസ്കിനൊരു മെറ്റഫറായിട്ടാണ് ഈ പിച്ച് ആൻഡ് ടോസ് ഇവിടെ കവി ഉപയോഗിച്ചിരിക്കുന്നത്.
If you can force your heart and nerve and sinew to serve your turn long after they are gone, and so hold on when there is nothing in you except the will which says to them, hold on. ഇപ്പോൾ നിങ്ങൾ മാനസികമായും ശാരീരികമായും തളർന്നാലും നിങ്ങൾ സ്വയം നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, സ്വയം ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം മുമ്പോട്ട് പോകാൻ. ഒരിക്കലും നിർത്തരുത്. അപ്പം ഈവൻ വെൻ നിങ്ങൾ ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഡിപ്ലീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്താലും നിങ്ങളുടെ ആ ഒരു വിൽ പവറും പെർസീവറൻസും ഉപയോഗിച്ച് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ലിമിറ്റേഷൻസിനെല്ലാം മറികടന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട്, നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനിയിലോട്ട് സഞ്ചരിക്കണം എന്നാണ് ഈ വരികൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു മനുഷ്യരുടെ ആ ഒരു വിൽ പവർ, അതായത് ഇപ്പം എത്ര തളർന്നാലും ഞാൻ അത് നേടും എന്ന് ഉള്ള ആ ഒരു വിൽ പവറിനെയാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. ഇഫ് യു ക്യാൻ ടാക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ്പ് യുവർ വിർച്യു ഓർ വാക്ക് വിത്ത് കിങ്സ് നോർ ലോസ് ദ കോമൺ ടച്ച്. അതായത് നിങ്ങൾ ഓർഡിനറി പീപ്പിളിനോടും അതുപോലെ തന്നെ ഹൈ സ്റ്റാറ്റസിലുള്ള ആൾക്കാരോടും ഒരുപോലെ പെരുമാറണം, ഒരു വ്യത്യാസം കാണിക്കാൻ പാടില്ല. അതേസമയം നിങ്ങളുടെ വാല്യൂസ് ഒന്നും കോംപ്രമൈസ് ചെയ്യാനും പാടില്ല. നിങ്ങളുടെ വില കുറയാതെ സാധാരണക്കാരനായാലും വലിയവനായാലും അവരുടെ അടുത്ത് ഒരുപോലെ പെരുമാറണം. ഇഫ് നെയ്തർ ഫോഴ്സ് നോർ ലവിങ് ഫ്രണ്ട്സ് ക്യാൻ ഹർട്ട് യു. അപ്പം നിങ്ങളുടെ ശത്രുക്കളുടെ പ്രവൃത്തി കാരണവും നിങ്ങളുടെ ലവിങ് ഫ്രണ്ട്സിൻ്റെ പ്രവൃത്തി കാരണവും നിങ്ങൾക്ക് വിഷമം തോന്നാൻ പാടില്ല. ഒരിക്കലും അത് നിന്നെ ബാധിക്കാൻ പാടില്ല. ഇഫ് ആൾ മെൻ കൗണ്ട് വിത്ത് യു ബട്ട് നൺ ടു മച്ച്. അപ്പം നീ എല്ലാ മനുഷ്യരെയും റെസ്പെക്റ്റ് ചെയ്യണം, പക്ഷേ ഒരാളെയും ഓവർലി ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതുമാത്രമല്ല ആരോടെയും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കാനും പാടില്ല. അതായത് മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിക്കാനും പാടില്ല, കൂടുതൽ അടുപ്പം കാണിക്കാൻ പാടില്ല, കൂടുതൽ വിശ്വസിക്കാനും പാടില്ല. അതേസമയം എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യണം. ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിങ് മിനിറ്റ് വിത്ത് 60 സെക്കൻഡ്സ് വർത്ത് ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ടൈം, അതായത് സമയത്തിൻ്റെ ഒരു നശ്വരത അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്ഷണികത, ഈ വേഗത്തിൽ സഞ്ചരിക്കുന്ന ആ ഒരു കാര്യമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ടൈം ഈസ് പ്രഷ്യസ്, സമയം സഞ്ചരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അതുകൊണ്ട് മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യണം, സമയം പാഴാക്കരുത്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം പെട്ടെന്ന് ചെയ്തോളണം. നാളെ ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ എന്ന് പറഞ്ഞ് ഉഴപ്പരുത്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യണം. ടൈം ഈസ് പ്രഷ്യസ്. ഇവിടെ അൺഫോർഗീവ് മിനിറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ടൈമിൻ്റെ ഒരു ഫ്ലീറ്റിംഗ് നേച്ചർ. ഡിസ്റ്റൻസ് റൺ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നമ്മളുടെ ആ ഒരു ഹാർഡ് വർക്ക് കാരണം ഭാവിയിൽ നമുക്ക് വന്നു ചേരാൻ പോകുന്ന അച്ചീവ്മെൻറ്റ്സിനെയാണ് ഒരു വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. യുവേഴ്സ് ഈസ് ദ എർത്ത് ആൻഡ് എവറിത്തിങ് ദാറ്റ്സ് ഇൻ ഇറ്റ് ആൻഡ് വിച്ച് ഈസ് മോർ യു വിൽ ബി എ മാൻ മൈസെൽഫ്. അപ്പം ഈ പറയുന്ന അപ്പോൾ ഇതെല്ലാം നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ഈ ഭൂമി നിൻ്റേതാണ്, ഈ ഭൂമിയിലുള്ള എല്ലാം നിൻ്റേതാണ്. അതിലുപരി നീ ഒരു കുട്ടിയല്ല, നീ ഒരു വളർന്ന അഡൽട്ട്, ഒരു മാൻ ആയി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കവിത. സിമ്പിൾ പോയമാണ്. ഇതിൻ്റെ ഒരു അനലൈസിസ് നൽകുന്നുണ്ട്. നിങ്ങൾക്കിത് വായിച്ച് മനസ്സിലാക്കിയ എസ്സേ ഒക്കെ എഴുതുമ്പോൾ ഉപകാരപ്പെടും. പിന്നെ അവസാനം ഒരു സമ്മറി കൊടുത്തിട്ടുണ്ട് ഞാൻ. So summary, the poem If by Rudyard Kipling is a didactic and inspirational piece that offers a series of hypothetical situations and advices on how to navigate them with wisdom and moral character. അപ്പം ഈ ഒരു പോയം ഒരു ഡൈഡാറ്റിക് പോയം, അതായത് ഉപദേശത്തിൻ്റെ രൂപത്തിലുള്ള പോയമാണെന്ന് പറയാം. പിന്നെ ഒരു ഇൻസ്പിറേഷണൽ പീസാണ്, അതായത് ബാക്കിയുള്ളവർക്ക് ഇൻസ്പിറേഷൻ തരുന്ന രീതിയിലുള്ളൊരു പോയമാണ്. പിന്നെ കുറേ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ്, അതായത് കുറേ സങ്കല്പ സിറ്റുവേഷൻസ് ഇതിൽ കാണിക്കുന്നു. പിന്നെ എങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തിലൊരു നല്ല നില കൈവരിക്കാം, ഒരു നല്ലൊരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാം, അതിനുവേണ്ടിയുള്ള കുറേ അഡ്വൈസസ് നൽകുന്നു. ദ പോയം പ്രസൻസ് എ സെറ്റ് ഓഫ് ക്വാളിറ്റീസ് ആൻഡ് വിർച്യൂസ് ദാറ്റ് ഇറ്റ് കൺസിഡേഴ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് സക്സസ്. അപ്പം പേഴ്സണൽ ഗ്രോത്തിനും സക്സസ്സിനും വേണ്ടി ഇമ്പോർട്ടൻറ്റ് എന്ന് പോയിട്ട് കരുതുന്ന ചില ക്വാളിറ്റീസും വിർച്യൂസും ഇതിൽ പോയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ദ പോയം ബിഗിൻസ് വിത്ത് ദ ലൈൻ
if you can keep your head when all about you are losing theirs and blaming it on you. It emphasizes the importance of maintaining composure and level-headedness during challenging times. അപ്പം ഞാൻ ഇതിൻ്റെ അവസാനം ഒരു സമ്മറി കൊടുത്തിട്ടുണ്ട്. ഈ സമ്മറി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എസ് ഐ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ചേർക്കാം. ദ പോയം ഇഫ് ബൈ റുഡിയാർഡ് കിപ്ലിംഗ് ഈസ് എ ഡൈഡാക്റ്റിക് ആൻഡ് ഇൻസ്പിറേഷണൽ പീസ് that offers a series of hypothetical situations and advices on how to navigate them with wisdom and moral character. അപ്പം റുഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ ഈഫ് എന്നൊരു പോയം ഒരു ഡൈഡാക്റ്റിക് ആൻഡ് ഇൻസ്പിറേഷണൽ പീസാണ്. അതായത് ഒരു ഉപദേശ രൂപത്തിലുള്ള ഒരു ഇൻസ്പിറേഷൻ നൽകുന്നൊരു പോയമാണ്. ഇത് കുറേ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസിനെ, അതായത് സാങ്കല്പികമായിട്ടുള്ള കുറേ സിറ്റുവേഷൻസിനെ കാണിക്കുന്നു. ഈ സിറ്റുവേഷൻസിനെ കവി മെൻഷൻ ചെയ്യുന്നത് എങ്ങനെ ഒരാൾക്ക് മോറൽ ക്യാരക്ടർ അല്ലെങ്കിൽ വിസ്ഡം അച്ചീവ് ചെയ്യാമെന്ന് അഡ്വൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ദ പോയം പ്രസൻസ് എ സെറ്റ് ഓഫ് ക്വാളിറ്റീസ് ആൻഡ് വിർച്യൂസ് ദാറ്റ് പോയിറ്റ് കൺസിഡേഴ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് സക്സസ്. അപ്പോൾ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഗ്രോത്തിനും സക്സസ്സിനും വേണ്ടി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പോയിറ്റിന് തോന്നിയിട്ടുള്ള കുറേ ക്വാളിറ്റീസും വിർച്യൂസുമാണ് ഈ കവിതയിൽ ഇദ്ദേഹം ആവിഷ്കരിക്കുന്നത്. The poem begins with the line, "If you can keep your head when all about you are losing theirs and blaming it on you." It emphasizes the importance of maintaining composure and level-headedness during challenging times. അപ്പം നമ്മുടെ കവിത തുടങ്ങുന്നത് തന്നെ ഇഫ് യു ക്യാൻ കീപ്പ് യുവർ ഹെഡ് വെൻ ആൾ അബൌട്ട് യു ആർ ലോസിങ് ദേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. അപ്പോൾ ഈ രണ്ട് വരികളും സൂചിപ്പിക്കുന്നത് ചലഞ്ചിങ് സിറ്റുവേഷൻസിൽ നമ്മുടെ ആ ഒരു കമ്പോഷർ, അതായത് ശാന്തത, അതുപോലെ തന്നെ ലെവൽ ഹെഡഡ്നെസ്, ഇവിടെ ആ ഒരു ഉറച്ചു നിൽക്കാനുള്ള ഒരു നമ്മളുടെ ആ ഒരു വിശ്വാസത്തിൽ തന്നെ ആ ഒരു ഉറച്ചു നിൽക്കാനുള്ള ഒരു സ്ട്രെങ്ത്, അല്ലെങ്കിൽ അവർക്ക് മുമ്പ് തലയുയർത്തി പിടിച്ച് എന്ത് നേരിടാനുള്ള ഒരു സ്ട്രെങ്ത്, അതിൻ്റെ പ്രാധാന്യത്തെ എംഫസൈസ് ചെയ്യുന്നു. ത്രൂഔട്ട് ദ പോയം കിപ്ലിംഗ് എക്സ്പ്ലോർസ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ഈ പുയത്തിലുടനീളം നമ്മുടെ ജീവിതത്തിൻ്റെ പല വീക്ഷണങ്ങളും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നു. സച്ച് ഡീലിംഗ് വിത്ത് ട്രംപ് ആൻഡ് ഫെയിലർ, അതായത് പരാജയവും വിജയവും എങ്ങനെ ഡീൽ ചെയ്യണം. ട്രസ്റ്റിംഗ് വൺ സെൽഫ് ഇൻ ദ ഫേസ് ഓഫ് ഡൗട്ട്, ബാക്കിയുള്ളവരെല്ലാം സംശയിക്കുമ്പോഴും നമുക്ക് സ്വയം വിശ്വാസം വേണം. മറ്റുള്ളവർ നമ്മളെ സംശയിച്ചാൽ നമുക്ക് സ്വയം നമ്മളെ വിശ്വാസം വേണം. അക്സെപ്റ്റിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സ്റ്റേയിങ് ട്രൂ ടു വൺസ് വാല്യൂസ്, നമ്മളുടെ ഉത്തരവാദിത്വങ്ങൾ, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ അംഗീകരിക്കണം. നമ്മുടെ വാല്യൂസ്, അതായത് നമ്മുടെ കുറേ അജണ്ടകൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, അതൊരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പെർസീവറൻസ്, ഹ്യൂമിലിറ്റി, സെൽഫ് ബിലീഫ് ആൻഡ് ഇൻറ്റഗ്രിറ്റി. അപ്പോൾ സത്യസന്ധത, നിശ്ചയദാർഢ്യം, മനുഷ്യത്വം, സ്വയം ഒരു സെൽഫ് ട്രസ്റ്റ്, സെൽഫ് ബിലീഫ്, ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. കിപ്ലിംഗ് അഡ്വൈസസ് ദ റീഡർ ടു മെയിൻറ്റെയിൻ ഇൻറ്റഗ്രിറ്റി, നോട്ട് ലെറ്റ് സക്സസ് ഓർ ഫെയിലിയർ ഡിഫൈൻ വൺസ് ക്യാരക്ടർ. അപ്പം ഇൻറ്റഗ്രിറ്റി, സത്യസന്ധത നിലനിർത്താൻ വായനക്കാരെ ഉപദേശിക്കുന്നു. അതുപോലെ തന്നെ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ ആയിരിക്കലും ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യേണ്ടത്. അയാളുടെ ബിഹേവിയർ ആയിരിക്കണം അയാളുടെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യേണ്ടത്. ഹി എൻകറേജസ് ദ റീഡർ ടു ട്രസ്റ്റ് വൺ സെൽഫ് വെൻ അതേഴ്സ് ഡൗട്ട് ദം ആൻഡ് ടു ബി ഏബിൾ ടു ഹാൻഡിൽ ബോത്ത് പ്രൈസ് ആൻഡ് ക്രിറ്റിസിസം വിത്ത് ഇക്വിനിറ്റി. അപ്പോൾ അദ്ദേഹം വായനക്കാരെ എൻകറേജ് ചെയ്യുന്നു, അതായത് ബാക്കിയുള്ളവർ അവരെ സംശയിച്ചാലും അവർ സ്വയം വിശ്വസിക്കണം. നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വിശ്വസിക്കുമോ? അതുപോലെ തന്നെ നമ്മളാരെങ്കിലും പുകഴ്ത്തിയാലും അല്ലെങ്കിൽ ഒരാൾ വിമർശിച്ചാലും രണ്ടും ഒരുപോലെ നമ്മൾ അംഗീകരിക്കണം. അപ്പം വിമർശനമായാലും പ്രോത്സാഹനമായാലും നമ്മൾ ഒരുപോലെ അംഗീകരിക്കണം. ഇക്വിനിറ്റി എന്ന് പറയുമ്പോൾ ശാന്തത, തുല്യത, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മീനിങ്. ഇപ്പം പ്രോത്സാഹനമായാലും വിമർശനമായാലും നമ്മൾ അത് രണ്ടും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം. ദ പോയം കൺക്ലൂഡ്സ് വിത്ത് ദ ലൈൻസ്, യുവേഴ്സ് ഈസ് ദ എർത്ത് everything that's in it and which is more, you will be a man, my son. These lines convey the idea that by embodying these virtues and qualities one can achieve success and become a true man in the broader sense of the term, representing a person of strength, character and moral virtue. അപ്പം ഈ പോയം അവസാനിക്കുന്നത് യുവേഴ്സ് ഈസ് ദ എർത്ത് ആൻഡ് എവറിത്തിങ് ദാറ്റ്സ് ഇൻ ഇറ്റ് ആൻഡ് വിച്ച് ഈസ് മോർ, യു വിൽ ബി എ മാൻ, മൈ സൺ. ഈ രണ്ട് വരികൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ രണ്ട് വരികളും കൺവേ ചെയ്യുന്ന ഐഡിയ എന്ന് പറയുമ്പം
റുഡിയാർഡ് കിപ്ലിംഗ് പറയുന്ന ഈ വിർച്യൂസും ക്വാളിറ്റീസും ഒക്കെ ഉൾക്കൊള്ളുന്നതിലൂടെ ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ വിജയം, സക്സസ് അച്ചീവ് ചെയ്യാനും വിജയിക്കാനും അതുപോലെ തന്നെ ഒരു ട്രൂ മാൻ ആകാനും കഴിയും. ട്രൂ മാൻ എന്നതുകൊണ്ട് ഒരു ബ്രോഡർ ടേമാണ് ഈ ഒരു ട്രൂ മാൻ. അതായത് നല്ലൊരു വ്യക്തിത്വമുള്ള, നല്ലൊരു ക്യാരക്ടറുള്ള, അതുപോലെ തന്നെ നല്ല മോറൽ വാല്യൂസും ഉള്ള ഒരു പേഴ്സൺ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുമ്പം ഏത് സാഹചര്യവും ധൈര്യത്തോട് കൂടി നേരിടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് പേഴ്സൺ ഓഫ് സ്ട്രെങ്ത്. അപ്പം അങ്ങനെ ഒരു ആളാവാൻ, ഒരു ട്രൂ മാൻ ആവാൻ ഈ ക്വാളിറ്റീസും വിർച്യൂസും സഹായിക്കുമെന്ന് റുഡിയാർഡ് കിപ്ലിംഗ് പറയുന്നു. അപ്പം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.